എന്താ ഇവിടെ ഒരു പ്രശ്നം? ഒരു പ്രശ്നമില്ല. അല്ലല്ല താങ്കളുടെ അവസരത്തിൽ അല്ലല്ല ഇത് ശരിയല്ല. ഇത്തരത്തിൽ ഒരു കാരണവശാലും സമ്മതിക്കില്ല. ഞാൻ എന്ത് പറയണമെന്ന് ഞാൻ തീരുമാനിക്കുന്നത്. വേണ്ട എന്തൊരു ശല്യം ഇത്. ആരെങ്കിലും ഒന്ന് പണ്ടാടി അങ്ങോട്ട് ചുട്. ഞാൻ എന്ത് പറയണമെന്ന് ഞാൻ തീരുമാനിക്കുന്നത്. വസീഫിനേക്കാൾ ഒച്ചത്തിൽ സംസാരിക്കാൻ എനിക്കറിയാം. അതുകൊണ്ട് അതൊന്നും കഴിയില്ല ചോമക്കാലെ. നിങ്ങളെയൊക്കെ വരച്ച വരെ നിർത്താനുള്ള ശേഷിയൊക്കെ എനിക്കുണ്ട്. പക്ഷെ എന്തറിയോ, ഇയാള് പെടാണ്ട് എടുക്കാൻ പറ്റും. അങ്ങനെ ഭീഷണിപ്പെടുത്തിയാൽ മാധു എന്റെ അവസരത്തിൽ ഞാൻ പറഞ്ഞു തീർക്കാവുള്ളൂ. ഞാൻ പറഞ്ഞു തീർക്കട്ടെ. അല്ലാതെ ഇതെല്ലാം കൂടി നമ്മൾ എന്തിനാണ് ചർച്ച ചെയ്യുന്നത്? പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഗൗരവമുള്ളൊരു വിഷയം എടുത്ത് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഈ ഭാഗങ്ങൾ ന്യായീകരിക്കാനാണല്ലോ. രണ്ടുപേരും ഒരേ സമയം ഒരേ തരം ശബ്ദമുയർത്തി സംസാരിച്ചാൽ ആർക്കും മനസ്സിലാകുമെന്ന് വിചാരിച്ചിട്ടാണ്. എന്തൊരു ശല്യമാണ് ഇത്. വ്യക്തിപരമായ ഫൈറ്റ് അല്ല എന്നത് നിങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കുമല്ലോ. മാധു, നിങ്ങൾ രണ്ടുപേരും അത് നിർത്തണം എന്ന് പറയുന്ന വാദഗതി അത്തരത്തിലല്ല മാധു സംസാരിക്കുന്നത്. ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല. അത് ശരിയാണ്. ശരി, അങ്ങ് പൂർത്തീകരിക്കുമല്ല. എന്റെ അവസരത്തിലാകെ തർക്കിച്ചത്. അതെന്താ താങ്കൾ പറയാത്തത്? അങ്ങനെയാണോ? ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണം കേരളത്തിലെ ആഭ്യന്തര വകുപ്പ്, കേരളത്തിലെ സർക്കാർ, പോലീസ്. അതാണ് അവരുടെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വത്തിൽ വീഴ്ചയുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോ ഞങ്ങളുടെ മേക്കിട്ട് കയറുകയല്ല വേണ്ടത്. ആദ്യം പിണറായി വിജയനോട് പറയണം ഈ കേസിലെ പ്രതികളെ നീതിപൂർവ്വമായി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും ശിക്ഷിക്കുവാനും. പറയുന്നത് പോലെ CPM നേതാക്കളാണ്. ഞാൻ സംസാരിക്കട്ടെ. വസീഫ് എന്തിനാ അസ്വസ്ഥനാകുന്നത്? അതിനപ്പുറത്തേക്ക് അവിടെ നിങ്ങൾ ഞാൻ സംസാരിക്കട്ടെ. താങ്കൾ സംസാരിച്ചപ്പോൾ ഞാൻ ഒരു അക്ഷരം ഇല്ലല്ലോ. ഞാൻ വീണ്ടും ഇത്തരത്തിലുള്ള മുടന്തന്യായങ്ങളുമായിട്ട് വരുന്നത്. ഞാൻ വീണ്ടും താങ്കളെ ഓർമ്മിക്കുന്നു. താങ്കൾ ഇനി സംസാരിക്കില്ല. താങ്കൾ ഇനി ഈ ചർച്ചയിൽ സംസാരിക്കില്ല. താങ്കൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ ഈ ചർച്ചയിൽ ഇനി താങ്കൾ സംസാരിക്കില്ല. അതെ ഈ ചിരിയൊക്കെ നിൽക്കുവേ. ഞാൻ ഒരു കാരണവശാലും വസീഫെ ഈ ചർച്ചയിൽ സംസാരിക്കാൻ അനുവദിക്കില്ല. അതുകൊണ്ട് അങ്ങയുടെ ഘട്ടത്തിൽ അങ്ങയിലേക്ക് വരുമ്പോൾ മറുപടി പറയണം. സാമാന്യം നല്ല ബോറാവുന്നുണ്ട്. താങ്കൾ ഈ ചർച്ചയിൽ ഇനി തുറന്ന് സംസാരിക്കാൻ ഞാൻ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് മര്യാദക്കാണെങ്കിൽ മര്യാദയ്ക്ക് താങ്കൾക്ക് ഉത്തരം മുട്ടുമ്പോ താങ്കൾക്ക് സർക്കാരിനെ കുറ്റപ്പെടുത്തും. ഇവനെ ആദ്യം പിടിച്ച് പുറത്താക്കെ. ഇവനെ കണ്ടപ്പോഴേ എനിക്ക് അലർജി അറിയാം. ഇവന്മാരൊന്നും ജീവിതകാലത്ത് നന്നാവില്ല. അയ്യോ, ഇവനൊക്കെ എവിടുന്ന് വരുന്ന എനിക്കോ പ്രേക്ഷകർക്കോ നിങ്ങൾ പറയുന്നത് ഒരു വാക്കുപോലും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കൊള്ളാം, നന്നായിരിക്കുന്നു. അയ്യോ, അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. സംഭവത്തിൽ എന്ന് പറയുന്നത് പാലരാജ് ഓടിക്കയറിയത് CPMന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്കാണ് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെയുണ്ടാകുക? തൊട്ടടുത്ത് പോലീസ് സ്റ്റേഷൻ ഉണ്ട്. എന്താണ് ഈ ആരോപണത്തിന്റെ അടിസ്ഥാനം? അങ്ങനെ പ്രതിക്ക് സംരക്ഷണം ഒരുക്കുന്ന എന്തെങ്കിലും സംവിധാനം അവിടെ ഉണ്ടോ? അത് ശുദ്ധ നുണയാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇത്ര ഉറപ്പിച്ചങ്ങ് പറയല്ല. നിമിഷം എങ്ങനെയാ പറയുന്നത്? അതിനെ സംബന്ധിച്ച് വ്യക്തമായ തെളിവുകളുണ്ട്. അതിനെ സംബന്ധിച്ച് മാതൃഭൂമി ചാനലിലൂടെ വാർത്തകൾ കൊടുത്തിട്ടുണ്ട്. മുഴുവൻ മാധ്യമങ്ങളും വാർത്ത കൊടുത്തിട്ടുണ്ട്. അവിടെ ആ പ്രതി ഓടി കയറിയിട്ടുള്ളത് CPMന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്കാണ് എന്ന കാര്യത്തിൽ തർക്കവുമില്ല. സാധ്യതയുണ്ട്.
നേതാക്കന്മാരുടെ പാർട്ടി ഓക്കേ, ഞങ്ങളെ ഒന്ന് ശരി, ബോധ്യപ്പെടുത്താൻ നിങ്ങൾ വരേണ്ട വസിപ്പേ ഇവിടെ ശരി, ചോദിച്ചല്ലോ അപ്പോൾ തന്നെ മാഷാള്ള സ്പീക്കർ ഉൾപ്പെടെ നിങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ച് ഈ കേസിനകത്ത് നിങ്ങൾ പ്രതിസ്ഥാനത്താണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. വെറുതെ ആൾക്കാരെ കൊണ്ട് ചിരിപ്പിക്കണ്ട. ഏതായാലും സംഗതി ആകെ പ്രശ്നം തന്നെയാണ്. തോൽപ്പിക്കുന്നത് ചർച്ച മിസ്റ്റർ അവസാനിപ്പിക്കുകയാണ്. ചാമക്കാലെ. ഇത് നാട്ടുകാർ നിങ്ങൾ ഈ കേൾക്കുകയും കനകോലിനോട് കാണുകയും നീതി ചെയ്യുന്നുണ്ട് കേട്ടോ. കാണിച്ചോളൂ. ഡയലോഗ് വളരെ കുറവായിരുന്നു. അപ്പളേ നമ്മൾ പിന്നെ വരാം.